Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീനും ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു ചാറുകറിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ വ്യൂവേഴ്സ് പലരും ഉണക്കമീനും ഉണക്കച്ചെമ്മീനും ഒക്കെ വെച്ചിട്ടുള്ള റെസിപ്പീസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ ഉണക്കച്ചെമ്മീൻ നമുക്കിതുപോലെ ഒരു കടായിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചെമ്മീൻ്റെ നിറം ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ കറിക്ക് നല്ലൊരു ചെമ്മീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ റോസ്റ്റ് ചെയ്യാതെയും നമുക്ക് കറി ഉണ്ടാക്കാം, പക്ഷെ അത്ര ഒരു ചെമ്മീൻ്റെ ടേസ്റ്റ് വരില്ല. ഉണക്കച്ചെമ്മീൻ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 12 ചക്കക്കുരു നീളത്തിൽ മുറിച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ തേങ്ങയിലേക്ക് 3 ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. ചക്കക്കുരു ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. വെന്ത ചക്കക്കുരു നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളെടുത്തേക്കുന്ന ചെമ്മീൻ ഇതുവരെ നമ്മൾ കഴുകിയിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. ഉണക്കച്ചെമ്മീൻ നമ്മൾ കഴുകിയിട്ട് റോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കങ്ങനെ റോസ്റ്റായിട്ട് കിട്ടില്ല, നല്ല മൂത്ത് കിട്ടില്ല. ഇനി നമുക്ക് ചെമ്മീൻ കഴുകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കഴുകിയെടുത്ത ചെമ്മീൻ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെമ്മീനിലുള്ള പൊടിയും വേസ്റ്റും ഒക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ചെമ്മീൻ കിട്ടും. അങ്ങനെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ നമുക്ക് ചക്കക്കുരുവിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ കഴുകിയ വെള്ളം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിൽ ചെറിയ ചെറിയ തരികളൊക്കെ വേസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കളയാം. ഉണക്കച്ചെമ്മീൻ്റെ ഏതൊരു വിഭവവും തയ്യാറാക്കുമ്പോൾ ഇതാണ് ചെമ്മീൻ ക്ലീൻ ആക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഉണക്കച്ചെമ്മീൻ വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു മൂടി വെച്ച് ഇതുപോലെ അടച്ച് നമുക്ക് വേവിക്കാം. ചക്കക്കുരു നമ്മൾ നേരത്തെ കുക്കറിലിട്ട് വേവിച്ചതാണ്. ഉണക്കച്ചെമ്മീൻ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളിയുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന മാങ്ങയ്ക്ക് നല്ല പുളിയില്ല, അതുകൊണ്ട് ഞാനിവിടെ 1 മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മുതൽ 1/4 വരെ ചേർത്താൽ മതിയാകും. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന ഈ ഒരു മാങ്ങ വേകുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മാങ്ങയുടെ ആവശ്യത്തിന് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയും 3 ചെറിയുള്ളിയും ചേർത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചാറ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് ചോറിനൊപ്പം ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. വേറൊരു കറിയും വേണ്ട, അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തിട്ട് നല്ലവണ്ണം തള വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മുടെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാക്കുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു ചെറിയ സോസ് പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1-2 വറ്റൽമുളക് കൂടി നമുക്ക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി 15 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. സവാള ചേർക്കരുത്, ചെറിയുള്ളി തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയുള്ളി നല്ല ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നമുക്ക് കടുക് വറുത്തേക്കുന്ന ഈ ഒരു കൂട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ ഒരു ചാറുകറി റെഡിയാണ്. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീനും ചക്കക്കുരും കൂടി ചേർത്തിട്ടുള്ള ഒരു ചാറ് കറി ഇവിടെ റെഡിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് താനു. ബൈ.